കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ. ഇത്രയും നന്നായിട്ട് കളിച്ച് നമുക്കൊരു വേൾഡ് കപ്പ് നേടിത്തന്നവൻ രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് ടീമിലില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ്. അതായത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന, വേൾഡ് കപ്പിലെ സ്റ്റാറായി മാറിയ ഒരു ക്രിക്കറ്റർ ലോകത്ത് മറ്റേത് രാജ്യത്താണെങ്കിലും ഒരിക്കലും സംഭവിക്കില്ലാത്ത ഒരു കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്നവൻ പിറ്റേ ദിവസം മുതൽ ടീമിലില്ല. ഓക്കെ, എന്താ ഇതിന് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജിത് അഗാർക്കർ എന്ന് പറയുന്ന സെലക്ടർ, പുള്ളി എന്താ പറയുക, ഏതാണ്ട് വിരോധമുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സഞ്ജു സാംസൺ, എനിക്ക് തോന്നുന്നു പുള്ളി എന്തെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും. പിന്നെ മറ്റൊരു വ്യക്തി ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ഒരു കോച്ച്. നമ്മളെല്ലാം കരുതിയിരുന്നത് ഗംഭീറാണ് സഞ്ജുവിന് പിന്തുണ കൊടുത്ത് ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നത് എന്നാണ് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നത് ഗംഭീറല്ല സഞ്ജുവിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്, അത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ടും വൈറലായിരുന്നു. അതായത് ഞാൻ ആർക്ക് പകരം സഞ്ജുവിനെ ഇറക്കും, ആരെ മാറ്റിയിട്ട് ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും എനിക്ക് സംശയം അത് ഗംഭീർ പറയിച്ചതാണോ എന്നുള്ളതാണ്. കാരണം പുള്ളിക്ക് സഞ്ജുവിനോട് ഭയങ്കരമായിട്ട് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇവർ തിരുവനന്തപുരത്തൊക്കെ വന്ന് ഇറങ്ങിയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സഞ്ജുവായിട്ട് ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ് എന്ന് ടീമിൽ നിന്ന് പുറത്തായോ അതിൻ്റെ പിറ്റേ ദിവസം സഞ്ജുവും പുറത്തായി. വെറും 3 കളി കളിച്ചില്ല എന്ന ഒറ്റ കാരണത്താലാണ് സഞ്ജു സാംസൺ ടീമിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു സഞ്ജുവിന് വിശ്രമം അനുവദിച്ചതാണ്. വല്ല കാലത്തും 2020 മാത്രം കളിക്കുന്നവന് വിശ്രമം, ബാക്കി സമയത്ത് മുഴുവൻ അവിടെ കിടന്ന് മരണപ്പണിയാണല്ലോ. ഇതൊക്കെ പറയുന്നത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവനെ വിശ്വസിച്ചോട്ടെ, എനിക്ക് താല്പര്യമില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വേൾഡ് കപ്പിൽ വേൾഡിലെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അതിൽ ക്രിക്കറ്റിലെ ദൈവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഈ സച്ചിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡക്കുള്ളത്. സച്ചിൻ ഫോം ഔട്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, വിരാട് കോഹ്ലി ഫോം ഔട്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവരെയും സഞ്ജുവിനെയും തമ്മിൽ താരതമ്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റത്തില്ല. അവർ ലെജൻസ് ആണ്. ഓക്കെ, പക്ഷേ ഈ ലെജൻസ് ആയിട്ടുള്ള ഇവർക്ക് വരെ ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെജൻഡും അല്ലാത്ത സഞ്ജു സാംസണൊക്കെ നമ്മൾ എത്ര അവസരം കൊടുക്കണം? ഇപ്പോൾ വലിയ കാര്യമായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ടുള്ള 15 വയസ്സുള്ള ആ ചെറുക്കൻ വൈഭവ് സൂര്യവംശി, അവൻ ടീമിൽ വന്നിട്ട് സഞ്ജുവിന് പകരം അവനെ പിടിച്ച് ടീമിൽ കയറ്റിയിട്ട് ഇപ്പം മലമറിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മലയും മറിഞ്ഞ് കണ്ടില്ല. അവനാണ്ട് 15 താഴെ റൺസാണ് 2 കളിയിലും എടുത്തിട്ടുള്ളത്. അപ്പോൾ അവന് സഞ്ജു തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? സഞ്ജുവിന് അറ്റ്ലീസ്റ്റ് പറയാൻ ഇതുണ്ടായിരുന്നു, ഒരു വേൾഡ് കപ്പ് ഞാൻ എടുത്ത് വന്നില്ലേ. മാത്രമല്ല സഞ്ജുവിന് സ്ഥിരതയില്ലെന്നാണ് പറയുന്നത്. ഈ സ്ഥിരതയില്ലാത്ത സഞ്ജു വേൾഡ് കപ്പിൽ കളിച്ചതിന് ശേഷം, വേൾഡ് കപ്പിൽ 3 കളിയാണ് എല്ലാവരും പറയുന്നത്, ഞാൻ പറയും 4 കളി എന്ന് പറയും. കാരണം ഈ ആദ്യമായിട്ട് ആ വേൾഡ് കപ്പിൽ എൻട്രി കിട്ടിയ ദിവസം പുള്ളി ഫസ്റ്റ് കളിയിൽ ഏതാണ്ട് 25 റൺസോ 26 റൺസോ എങ്ങാണ്ട് എടുത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ 26 റൺസ് എന്ന് പറയുന്നത് ഒരു നല്ല അടിത്തറയായിരുന്നു. ആ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയതായിരുന്നു ഇന്ത്യയുടെ അന്നത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ 250+ സ്കോർ വന്നിരുന്നു. അന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടിയതും സഞ്ജുവിൻ്റെ ആ ഒരു ബാറ്റിംഗ് തന്നെയായിരുന്നു. അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള 3 കളിക്കാണ് പുള്ളി 1.5 കളി കളിച്ച് ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിത്തന്നത്. അതിനുശേഷം വന്ന IPL-ലും പുള്ളി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും ചീഫ് സെലക്ടർമാരായിട്ടുള്ള അജിത് അഗാർക്കറും കോച്ചായിട്ടുള്ള നമ്മുടെ ഗംഭീറും, ഇവരെ രണ്ടുപേരെയും പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.